മാഷെ, ആദർശ് പതിയെ വിളിക്കുമ്പോൾ മാഷ് ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. രാമവാര്യർക്ക് 2 പെൺമക്കളാ. മൂത്തവൾ നേത്ര, ഇളയവൾ നക്ഷത്ര. നേത്രയ്ക്ക് 10 വയസ്സുള്ളപ്പോഴാ അമ്മ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. നക്ഷത്രയ്ക്കന്ന് 3 വയസ്സും. വാര്യര് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ശമ്പളം വളരെ കുറവാണ്. എന്നാലും അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോകും. അച്ഛൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർന്ന മോളാ നക്ഷത്ര. പക്ഷേ മൂത്തവൾ അങ്ങനെയല്ല. അയാൾ പറഞ്ഞു നിർത്തി. അപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ഇവരുടെ പ്രശ്നം? ആദർശ് സംശയത്തിൽ ചോദിച്ചു. ആണ്, പക്ഷേ അതുമാത്രമല്ല, ഉറപ്പോടെ പെട്ടെന്ന് മാഷ് പറഞ്ഞു. നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വാര്യര് വളർത്തിയ മകളെ പ്രാണൻ പിഴുതെടുക്കുന്ന വേദനയോടെയാ ഇവിടെ കൊണ്ടാക്കിയത്. ആദർശ് നിതിൻ്റെയും പ്രവീണിൻ്റെയും മുഖത്തേക്ക് നോക്കി. മാഷേ, നക്ഷത്രയുടെ ഉറക്കെയുള്ള സ്വരം. മാഷ് പറയാൻ വന്നത് വിഴുങ്ങി. അവൾ ഓടിവന്ന് അയാളെ ചുറ്റിപ്പിടിച്ചു. നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് നിന്നു. എൻ്റെ കുട്ടിക്ക് സുഖാണോ? തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകുമ്പോൾ ഷർട്ടിൽ നനവ് പടർന്നു തുടങ്ങി. അയ്യേ, എൻ്റെ കുട്ടി കരയുവാണോ? മാഷിനെ നോക്കി. അവൾ തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. അപ്പ വിതുമ്പലോടെ ചോദിച്ചു. അപ്പ പറഞ്ഞു വിട്ടതാ, വരാൻ സമയം കിട്ടില്ലാന്ന് മോൾക്ക് അറിയാലോ. ഇല്ലേൽ ഒരു ദിവസം നട തുറക്കാൻ പറ്റില്ല. യോ, അത് വേണ്ട. അപ്പാക്ക് സുഖമല്ലേ? വിതുമ്പലോടെ വിറയ്ക്കുന്ന അവളുടെ ചുണ്ടുകൾ ആദർശിന്റെ ഹൃദയത്തിൽ ഒരു നോവ് പടർത്തി. വേദനയോടെ അവൻ നെഞ്ചിൽ അമർത്തി തഴുകി. ശരി മാഷേ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാം. പിന്നീട് എപ്പോഴേലും കാണാം. ആദർശ് പറയുമ്പോൾ അയാൾ തലകുലുക്കി. അവൻ തല താഴ്ത്തി നക്ഷത്രയുടെ കലങ്ങി ചുവന്ന കണ്ണിലേക്ക് നോക്കി. ഇനി കരഞ്ഞാൽ അടിമേടിക്കും നിനക്ക്. ചുണ്ടിനടിയിലിട്ട് അവൻ പറയുമ്പോൾ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അവർ നടന്നകന്നു. നല്ല പയ്യന്മാര്, മാഷ് പറയുമ്പോൾ നക്ഷത്ര ചിരിച്ചു. ദേ, ഈ കാശ് അപ്പ തരാൻ പറഞ്ഞതാ. സഞ്ചിയിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. അവൾ മാഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താ മോളെ? അപ്പാക്ക് ശമ്പളം കിട്ടാൻ സമയമായില്ലല്ലോ. ഇത് മാഷിന്റെ കാശല്ലേ? അയാൾ ചിരിയോടെ ആ കയ്യിലേക്ക് കാശ് വെച്ചു. എൻ്റെ മോള് വേണിയും നീയും എനിക്ക് ഒരുപോലെ. അത് മാഷേ വേണ്ട. കയ്യിലിരിക്കുന്ന കാശിലേക്ക് നോക്കി വല്ലായ്മയോടെ പറഞ്ഞു. അതെന്താ, മാഷ് മോൾക്ക് അന്യനാണോ? അല്ല മാഷേ. അയാളെ മുറുകെ പിടിച്ചു നിന്നു. ശരി, മോള് ക്ലാസ്സിൽ പോകാൻ നോക്ക്. അടുത്ത ബസ്സിന് മാഷും പോകും. വേണിയെ ഞാൻ തിരക്കിന്ന് പറയണം. പിന്നെ എനിക്ക് സുഖാന്ന് അപ്പയോട് പറയണേ. അവൾ തിരിഞ്ഞു നടന്നു. മോള് സെക്കൻഡ് സാറ്റർഡേക്ക് നാട്ടിൽ വരുമോ? പിന്നിൽ നിന്നും മാഷി ചോദിക്കുമ്പോൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വരാൻ ആഗ്രഹമുണ്ട്. അപ്പയെ കാണണം. പക്ഷേ വേദനയോടെ സ്വരമിടറി. ഒന്നുകൊണ്ടും പേടിക്കണ്ട. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് മോള് പോരെ. അപ്പ കവലയിൽ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പ പറഞ്ഞോ? സന്തോഷത്തോടെ പെണ്ണൊന്ന് ഉയർന്നു. ആ, പറഞ്ഞു. നാച്ചുമോളെ കാണാതെ ഉറക്കം വരുന്നില്ല അത്രേ. ആ, എന്നാ വരാം. പക്ഷേ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ കണ്ണിൽ പേടി നേളിച്ചു. മാഷ് അവൾക്ക് അരികിലേക്ക് നടന്നു. ഒരാഴ്ച നാട്ടിലില്ല അത്രേ. ദൂരയാത്രയാണ്. അതുകൊണ്ട് പേടിക്കാനില്ല, ഉറപ്പോടെ പറഞ്ഞ് അവളുടെ തലയിൽ ഒന്ന് തഴുകി. മാഷ് പോവുകയാണ്. വരണം. അപ്പ കാത്തിരിക്കും. വരാം, സന്തോഷത്തോടെ അവളും പറഞ്ഞു. എടാ ആദർശേ, ആ കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നിതിൻ പറയുമ്പോൾ അവൻ ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആദർശേ, തോളിൽ പ്രവീണിന്റെ കൈകൾ മുറുകി. ഒരു ഞെട്ടലോടെ തല ചരിച്ചു നോക്കി. ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടായിരുന്നോ? കേട്ടു. നാച്ചു ആരെയോ പേടിക്കുന്നുണ്ട്. ആ കണ്ണുകൾ എന്തിനെയോ ഭയക്കുന്നു. എനിക്കിത് മുന്നേ തോന്നിയതാ. പക്ഷേ ആരെ, എന്തിന് അറിയാൻ കഴിഞ്ഞില്ല. അവൻ നിരാശയോടെ കൂട്ടുകാരെ നോക്കി. നീ ആദ്യം ബ്ലാക്ക് മെയിൽ ചെയ്യൊക്കെ നിർത്ത്. എന്നിട്ട് നിന്റെ ഇഷ്ടം പറ. എങ്ങനെയും വളച്ച് കുപ്പിയിലാക്ക്. പിന്നെ നക്ഷത്ര തന്നെ എല്ലാം നിന്നോട് പറയും. ഇതിപ്പോ നിന്നെയും അതിന് പേടിയാ. ആ പേടി മാറ്റണം. മാറ്റും, ഉറപ്പോടെ പറഞ്ഞു. മോളെ അഞ്ജു, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? റൂമിലേക്ക് കയറി വന്ന് ബെഡിൽ ചുരുണ്ട് കൂടി കിടക്കുന്നവളെ നോക്കി ചോദിച്ചു. ഇല്ല ഡാഡി, എനിക്കെന്തോ വയ്യ. തലയൊക്കെ ചുറ്റുമാതിരി.
വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടന്നാ മതി. അവൾ പതിയെ പറയുമ്പോൾ മുകുന്ദൻ മകൾക്ക് അരികിലായിരുന്നു. ഒന്നും കഴിക്കാതെ ഇങ്ങനെ മൂഡ് ഓഫായി കിടക്കുന്നത് കൊണ്ടാ. എഴുന്നേറ്റ് വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയാൾ മകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഡാഡി, ആദർശ്, എനിക്ക് പേടിയാവാ. അവൻ എൻ്റെ കൈവിട്ട് പോകുമോ? സങ്കടത്തോടെയുള്ള മകളുടെ സ്വരം. മുകുന്ദൻ അഞ്ജുവിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് ആ ദീപകിനെ ഇഷ്ടമാണോ ഡാഡി? വെപ്രാളത്തോടെ വിളിച്ചു. ആവരുത്. അയാളുടെ സ്വരം കടുത്തു. ഇല്ല ഡാഡി, ദീപകിനെ കൊണ്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രം, അല്ലാതെ ഒന്നുമില്ല. അവളുടെ ഉറച്ച സ്വരം. അവൻ ഒരു ദരിദ്രവാസിയാ, വാടകയ്ക്ക് താമസിക്കുന്നു. അച്ഛനും അമ്മയും കൂലി വേലക്കാർ. നമുക്ക് ആ ബന്ധം വേണ്ട, വിട്ടേക്കണം. ഡാഡി എന്തു പറയുന്നോ അതുപോലെ ഞാൻ അനുസരിക്കും. എന്നാ വാ, ഫുഡ് കഴിക്കാം. മകളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. എന്താ അഞ്ജു, വയ്യേ? മുഖം വല്ലാതെ പനിയാണോ? വാടി തളർന്ന് ചേറിലിരിക്കുന്നവൾക്ക് അരികിലായി വന്ന് നെറ്റിത്തടത്തിൽ കൈവച്ച് നോക്കിക്കൊണ്ട് അമല ചോദിച്ചു. മാറ്, എനിക്ക് നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കാണണ്ട. അമ്മയുടെ കയ്യെ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ അവൾ പറയുമ്പോൾ വേദനയോടെ അമല പിന്നിലേക്ക് മാറി നിന്നു. മകളെ ആദ്യം സ്നേഹിക്കാൻ പഠിക്ക്, എന്നിട്ട് സുഖവിവരം തിരക്കാം. ഒരു പീസ് ചപ്പാത്തി വായിലേക്ക് വെച്ചുകൊണ്ട് മുകുന്ദൻ പുച്ഛത്തോടെ പറഞ്ഞു. അമല അഞ്ജുവിൻ്റെ മുഖത്തെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കി വേദനയോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഒരു നാൾ നീ അമ്മയുടെ വിലയറിയും. അന്ന് ഈ മുഖത്ത് ചിരി ഉണ്ടാവില്ല. എൻ്റെ മകൾ കരയേണ്ടി വരരുത്, അതാണ് എൻ്റെ പ്രാർത്ഥന. തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നകലുമ്പോൾ അഞ്ജു ദേഷ്യത്തോടെ തല വെട്ടിച്ചു. മകളാണെന്ന് പോലും നോക്കാതെ പ്രാഗിയിട്ട് പോകുന്നത് കണ്ടോ ഡാഡി? ഇവർക്ക് ഭ്രാന്ത, ചങ്ങലക്കിടണം. അവൾ പല്ല് കടിച്ചു പൊട്ടിച്ചു. ഇടണം, ഉടനെ ഞാനത് ചെയ്യും. അയാളുടെ കുടിലത നിറഞ്ഞ ഭാവം. നീ ഇത് എവിടെ പോവാ? 3rd ഫ്ലോറിൽ നിന്നും താഴേക്ക് ഇറങ്ങി 2nd ഫ്ലോറിന് മുന്നിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും നിതിൻ്റെ ചോദ്യം. എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം. നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയിക്കോ. ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴേക്കും ഞാൻ വരാം. കടുപ്പത്തിലുള്ള ആദർശിൻ്റെ സ്വരം. ഞങ്ങൾ പോയിക്കോളാം, പക്ഷേ നീ അതിനെ പേടിപ്പിക്കരുത്, കേട്ടല്ലോ. മൂവരും താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി. നക്ഷത്രയുടെ ക്ലാസ്സിന് മുന്നിൽ ഒന്ന് നിന്നു. എന്താ, നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ? എല്ലാവരും പോയല്ലോ. പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി ആദർശി ചോദിക്കുമ്പോൾ മെർലിനും സൈറയും സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അത് ചേട്ടാ, ദേ ഈ പെണ്ണ് ക്യാൻറ്റീനിലേക്ക് വരുന്നില്ലാന്ന്. ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു. നക്ഷത്രയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. അവൾ പേടിയോടെ തല താഴ്ത്തി പിടിച്ചു. എന്താ കാരണം? കടുപ്പത്തിൽ ചോദിച്ചു. അത് അവൾ വെജ് അല്ലേ. ക്യാൻറ്റീനിലെ ചിക്കൻ ബിരിയാണിയുടെ മറ്റും സ്മെല്ല് അവൾക്ക് പറ്റുന്നില്ല. അവിടുന്ന് കഴിച്ച ഫുഡ് ഇന്നലെ അപ്പം തന്നെ ഛർദ്ദിച്ചു. സൈറ പറയുമ്പോൾ വലിഞ്ഞു മുറുകിയ മുഖമെന്ന് അയഞ്ഞു. ആണോ നാച്ചു? എന്നാൽ ഞാൻ ബ്രാഹ്മിൺസ് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം, അവരിപ്പോൾ കൊണ്ടുവരും. അവൻ ഫോൺ കയ്യിലേക്ക് എടുത്തു. സൈറയും മെർലിനും ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. വേണ്ട, എനിക്ക് വിശപ്പില്ല. നക്ഷത്രയുടെ പതിഞ്ഞ സ്വരം. ആണോ? എൻ്റെ നാച്ചൂട്ടിക്ക് വിശപ്പില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. അവൾക്ക് അരികിലായി അവൻ ചേർന്നിരുന്നു. നോക്കട്ടെ ഞാൻ. അവൻ്റെ നേർത്ത സ്വരം ചെവിക്ക് അരികിൽ. വേണ്ട. അവൾ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഡി സൈറ, ഇതെന്താ ഇപ്പം ഇവിടെ നടക്കുന്നത്? മെർലിൻ ചോദിക്കുമ്പോൾ സൈറ അന്താളിപ്പോടെ വായ തുറന്നു നിന്നു. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കോ, കൂട്ടുകാരിയെ ഞാൻ നോക്കിക്കോളാം. സൈറയെയും മെർലിനെയും നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ആദർശി പറയുമ്പോൾ രണ്ടും തലകുലുക്കി. ഞാനും വരുവാ, നിക്ക്. പുറത്തേക്ക് നടക്കുന്നവരെ നോക്കി നക്ഷത്ര പറഞ്ഞു. എൻ്റെ നാച്ചൂട്ടി എവിടെയും പോകുന്നില്ല, ഫുഡ് ഇപ്പോൾ വരും. അവളുടെ കയ്യിൽ അവൻ്റെ കൈകൾ മുറുകി. എടി സൈറ, ഇത് ലവ് ആണ്. ആ ചേട്ടന് നക്ഷത്രയെ അങ്ങ് പിടിച്ചു. സൈറയും ചിരിയോടെ തലകുലുക്കി. എന്നെ വിട്, എനിക്ക് പോണം. നക്ഷത്ര എവിടെയും പോകുന്നില്ല. ദേഷ്യത്തോടെയുള്ള അവൻ്റെ ഭാവം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേ, സീറ്റിൽ പോയി ഇരിക്കടി. ഉറക്കെ അവൻ പറയുമ്പോൾ അവളൊന്ന് വിറച്ചു. പതിയെ സീറ്റിൽ അമർന്ന് തല താഴ്ത്തിയിരുന്നു. പോക്കറ്റിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ നക്ഷത്രയെ ഒന്ന് നോക്കി. ഫുഡ് വന്നിട്ടുണ്ട്.
താഴെ പോയി വാങ്ങിയിട്ട് വരുന്നത് വരെ സീറ്റിൽ നിന്ന് ഒരടി അനങ്ങിയാൽ ആദർശിന്റെ മറ്റൊരു മുഖം നീ കാണും. ഗൗരവത്തിൽ പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. കൃഷ്ണ, എനിക്ക് പേടിയാവുക. നിമിഷങ്ങൾക്ക് ശേഷം ഫുഡുമായി അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് തല താഴ്ത്തി. കഴിക്ക്. ആദർശ് ചിരിയോടെ അരികിലായി ചേർന്നിരുന്നു. പൊതി തുറന്നു. നല്ല മണം. അവിയലും തോരനും പരിപ്പും പപ്പടവും ചേർത്ത് കുഴയ്ക്കുമ്പോൾ അവൻ പറഞ്ഞു, ദാ കഴിക്ക്. മുന്നിലേക്ക് നീണ്ടുവരുന്ന കൈ അവൾ തല ഉയർത്തി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് വേണ്ട. അവൻ ആ പേടി നേളിച്ച കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തേ, ഞാൻ എൻ്റെ കൈകൊണ്ട് തരുന്നത് കൊണ്ടാണോ? സംശയത്തോടെ ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു. അല്ല, അത് വേണ്ടാഞ്ഞിട്ടോ, വിശപ്പില്ല. ലഞ്ച് കഴിച്ച് ശീലമില്ല, അതാ. പതിഞ്ഞ അവളുടെ സ്വരം. ആണോ? അങ്ങനെ ലഞ്ച് കഴിക്കാതെ പറ്റില്ലല്ലോ. ഇനി മുതൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. ഞാൻ കൊണ്ടുവന്ന് തരും, നാച്ചു കഴിക്കും. അവൻ്റെ കടുത്ത സ്വരം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ പെണ്ണെ കരയുന്നേ? ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. കുടലൊക്കെ ചുരുങ്ങിപ്പോകും. ഈ കുഞ്ഞു വയറ്റിൽ കുഞ്ഞുവാവയൊക്കെ വരാനുള്ളതാ. അവൻ്റെ കുറുമ്പ് നിറഞ്ഞ ചിരി. കഴിക്ക്. അപ്പ തരുന്നതായി കരുതിക്കോ. ചുണ്ടിന് അരികിലേക്ക് അടുപ്പിച്ച് വാത്സല്യത്തോടെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് വായ തുറന്നു. ആദർശ് ചിരിച്ചു. ഞാൻ കഴിച്ചോളാം. രണ്ടാമത്തെ ഉരുള അവൾക്ക് നേരെ നീട്ടുമ്പോൾ പതിയെ പറഞ്ഞു, വേണ്ട. ഇന്നെന്തായാലും ആദർശ് അപ്പ ആയതല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നാളെ മുതൽ ഈ ഓഫർ ഉണ്ടാവില്ല. അവൾ ചിരിച്ചു. എൻ്റെ നാച്ചൂട്ടിക്ക് ചിരിക്കാനൊക്കെ അറിയാം. പോക്കറ്റിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. നിതിൻ, ഞാൻ ദേ എത്തി. കോൾ കട്ടാക്കി. ഞാൻ പോട്ടെ. എൻ്റെ നാച്ചൂട്ടിക്ക് വിശപ്പ് മാറിയില്ലേ? ആ തുടുത്ത കവിൾത്തടത്തിൽ പതിയെ തട്ടുമ്പോൾ അവൻ്റെ പ്രണയവും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി തല കുലുക്കി. എന്നോടെന്താ ഇങ്ങനെ? ഇതും ആ 1.5 ലക്ഷം രൂപ കടത്തിനോടൊപ്പം ചേർക്കോ? പെട്ടെന്ന് അവളുടെ ചോദ്യമെത്തി. ആദർശ് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. ഇത് കടമല്ല, എൻ്റെ കടമ. അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൾ സംശയത്തോടെ നിന്നു. ആദർശ് തിരിഞ്ഞ് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. ഇത്തിരി ബുദ്ധി പ്രവർത്തിപ്പിക്കാം. ഇനിയും മനസ്സിലായില്ല എങ്കിൽ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവൻ്റെ സ്വരം വല്ലാത്ത അനുഭൂതിയോടെ ശരീരമാകെ പടർന്നു കയറി. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുമ്പോൾ മുകളിലേക്ക് കയറി വരുന്ന മെർലിനെയും സൈറയെയും നോക്കി ആദർശ് ചോദിച്ചു. കഴിച്ചു. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട് കഴിച്ചു. ഇനി ഞാൻ പോട്ടെ. ചിരിയോടെ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നവനെ നോക്കി മെർലിൻ നിന്നു. ചേട്ടാ, പെട്ടെന്ന് അവൾ വിളിച്ചു. അവൻ നിന്നു. മെർലിൻ സ്റ്റെപ്പുകൾ ഇറങ്ങി അവൻ അരികിലായി വന്നു. എന്താ മനസ്സിൽ? അതൊരു പാവം മിണ്ടാ പൂച്ചയാ. ടൈം പാസ് ആണെങ്കിൽ വേണ്ട. ഈ വേദന കൂടി താങ്ങാൻ അതിന് കഴിയില്ല, ദയനീയമായി മെർലിൻ പറഞ്ഞു. അവൾ ആദർശിൻ്റെ പെണ്ണ. പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമാക്കും, കൂടെ കൂട്ടും. അവൻ്റെ ഉറപ്പോടെയുള്ള സ്വരം. മെർലിൻ സൈറയുടെ മുഖത്തേക്ക് നോക്കി. സത്യാണോ? ഈ വാക്കുകൾ ഞങ്ങൾ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കാം. പിന്നെ ആ മിണ്ടാ പൂച്ചയ്ക്ക് കുറച്ച് ബുദ്ധി കുറവാ. ഇത് ലവ് ആണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഞങ്ങൾ ഏറ്റു. രണ്ടുപേരും സന്തോഷത്തോടെ പറഞ്ഞു. എടി, ഫുഡ് കഴിച്ചോ? ക്ലാസ്സിലേക്ക് കയറി വന്ന പാടെ മെർലിൻ ചിരിയോടെ ചോദിച്ചു. കഴിച്ചു. രണ്ടുപേരും അവൾക്ക് ഇരുവശത്തായിരുന്നു. നല്ല ചേട്ടൻ അല്ലേ നക്ഷത്ര? അവളൊന്ന് മൂളി. ഞാനൊന്ന് നോക്കിയാലോ സൈറ? നല്ല പണക്കാരനാ. അതുമാത്രമല്ല, സിവിൽ എഞ്ചിനീയറാ. ആ ജോലിയും ഉപേക്ഷിച്ചിട്ടാ ബാംഗ്ലൂരിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ഇവിടെ വന്നത്. മെർലിൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഭാവമാറ്റം ഒന്നുമില്ല. നിങ്ങൾ മാച്ച് അല്ല മെർലിൻ. നക്ഷത്ര ആ ചേട്ടന് പെർഫെക്റ്റ് ആയിരിക്കും. സൈറ പറയുമ്പോൾ ഞെട്ടലോടെ അവൾ തല ഉയർത്തി. ദേ, ഞാൻ മിണ്ടില്ലാട്ടോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. മുഖം വീർപ്പിച്ച് പറയുന്ന നക്ഷത്രയെ മെർലിൻ ചുഴിഞ്ഞു നോക്കി. ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോടി ആ ചേട്ടന് എന്നും പ്രസാദം തൊട്ടു കൊടുക്കുന്നത്?
അവൾ അന്താളിപ്പോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അത് ആ ഫോണിൻ്റെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, അതാ. 1 വർഷം തൊട്ട് കൊടുത്താൽ മതി, അപ്പോഴേക്കും കടം തീരും. ആ ചേട്ടൻ ക്ലാസ് കഴിഞ്ഞ് പോവുകയും ചെയ്യും. വലിയ കാര്യം പോലെ പറയുന്നവളെ രണ്ടും മിഴിഞ്ഞ കണ്ണോടെ നോക്കി. എൻ്റെ കർത്താവേ, നീ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്? മെർലിൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു. എടി പെണ്ണേ, ആ ചേട്ടന് നിന്നോടിഷ്ടാ, ലവ്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് മനസ്സിലാകുന്നില്ലേ? സൈറ പറയുമ്പോൾ നക്ഷത്ര ഒന്ന് ഞെട്ടി. ഏയ് അല്ല, ഇപ്പോ ചോറ് വാരി തന്നപ്പോ പറഞ്ഞല്ലോ അപ്പയായി കണ്ടോളാൻ. അവളുടെ താഴ്ന്ന സ്വരം. ഷോ, എൻ്റെ കർത്താവേ, അമ്പലവാസിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണെന്ന് കരുതിയില്ല. നീ കൂടെ കൂടെ കൃഷ്ണാന്ന് നീട്ടി വിളിക്കുന്നുണ്ടല്ലോ. ആ ആള് ലവിൻ്റെ കാര്യത്തിൽ കേമനായിരുന്നു, അതറിയോ? മെർലിൻ കടുപ്പത്തിൽ പറഞ്ഞ് അവൾക്ക് അരികിലായിരുന്നു. പ്രണയമാണ് കൊച്ചേ, ഈ നക്ഷത്രയെ ആ ചേട്ടന് ഒരുപാടിഷ്ടാ. ചെവിക്കുള്ളിലൂടെ കടന്നുപോയ അവൻ്റെ ഓരോ വാക്കുകളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താടി, എന്തിനാ കരയുന്നേ? നല്ല ചേട്ടനാ, നിന്നെ ഒപ്പം കൊണ്ടുപോകും. വേണ്ട, എനിക്കിഷ്ടമല്ല, പേടിയാ. എല്ലാവരും ഒരുപോലെ. എനിക്കെൻ്റെ അപ്പം മതി, അപ്പം മാത്രം, വിതുമ്പലോടെ പറഞ്ഞ് ടേബിളിൽ മുഖം അമർത്തി വെച്ചു.